കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിധിയുടെ പിറന്നാൾ 12 മണിക്ക് എഴുന്നേറ്റ് എല്ലാവരും ചേർന്ന് ആഘോഷിക്കുന്നുണ്ട്. ശബ്ദം കേട്ട് അച്ഛൻ അങ്ങോട്ട് വരാണ്. എന്താ ഇവിടെ ഒരു ബഹളം എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ഇന്നെൻ്റെ പിറന്നാളാ, കേക്ക് മുറിച്ച് ആഘോഷിക്കുക എന്ന് നിധിയും പറയാണ്. അപ്പോഴേക്കും അച്ഛനും മോളെ ഞാനൊരു പാട്ട് പാടി തട്ടെ എന്ന് നിധിയോടായി ചോദിക്കുന്നുണ്ട്. എല്ലാവരും അത് സമ്മതിക്കുമ്പോഴേക്കും കുഞ്ഞു വാവയ്ക്കുന്നല്ലോ നല്ല നാളെ പിറന്നാളെ വാങ്ങി വെച്ചതാരാണി തല്ലിപ്പൊളി ക്രീം കേക്ക് എന്ന് അച്ഛൻ പാടുന്നുണ്ട്. അത് കേട്ട് എല്ലാവരും സുധീഷിനെ കളിയാക്കി ചിരിക്കുമ്പോഴേക്കും സുധീഷും ദേഷ്യത്തോടെ അയാളെ നോക്കാണ്. എടാ വെറുതെ പാടിയതാ, പിറന്നാളൊക്കെ അല്ലേ, ഒരു ഫണ്ണൊക്കെ വേണ്ടേ എന്ന് അച്ഛനും പറയുന്നുണ്ട്. ഇതാണോ ഫൺ എന്നവൻ ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും നിധിയും ഒരു കേക്ക് എടുത്ത് അച്ഛനെ നീട്ടുന്നുണ്ട്. മോളെ ഞാൻ മുഖം കഴുകിയിട്ട് വരാം എന്ന് പറഞ്ഞ് അച്ഛൻ പിന്നെ അമ്പലത്തേക്ക് പോയി മുഖമൊക്കെ കഴുകി വരികയാണ്. നിധി വീണ്ടും അച്ഛന് കേക്ക് കൊടുക്കുമ്പോഴേക്കും അച്ഛൻ അത് വാങ്ങിക്കൊണ്ട് മോൾക്ക് എൻ്റെ 1000 പിറന്നാൾ വാഴ്ത്തുകൾ എന്ന് പറയാണ്. അച്ഛനും സന്തോഷത്തോടെ അവിടെ നിന്ന് നടന്നു പോകാൻ ഒരുങ്ങുമ്പോഴേക്കും നിലത്ത് വെച്ച കേക്കിലേക്ക് ചവിട്ടുന്നുണ്ട്. അയ്യോ എന്താ ഇത്, കാലിലാകെ ഒട്ടിയിരിക്കുന്നല്ലോ എന്ന് അച്ഛൻ പറയുമ്പോൾ അയ്യോ എൻ്റെ ഹേർട്ട് എന്ന് സുധീഷും സങ്കടത്തോടെ പറയുന്നുണ്ട്. എല്ലാവരും അമ്പരപ്പോടെ അങ്ങോട്ട് നോക്കുമ്പോഴേക്കും എൻ്റെ കേക്കിലാണോ ചവിട്ടുന്നേ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. നടക്കേണ്ട സ്ഥലത്താണോ കേക്ക് കൊണ്ടുപോയിക്കണ്ടേ എന്ന് അവനോടായി പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന കേക്ക് നീതിക്ക് കൊടുത്ത് എനിക്ക് വേണ്ട മോളെ, ഈ കാലം വെച്ച് എങ്ങനെയാണ് ഞാൻ നടക്കുന്നേ എന്നും പറഞ്ഞ് ഒറ്റ കാലിൽ ചാടി ചാടി ഉമ്മറത്തേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്ന് അച്ഛൻ കാല് കഴുകുമ്പോഴേക്കും അയ്യോ എൻ്റെ ഹേർട്ട് എന്ന് വീണ്ടും സുധീഷ് കേക്കിലേക്ക് നോക്കിക്കൊണ്ട് പറയാണ്. ഒരു കേക്ക് മുറിച്ചില്ലേ, അത് മതി, സാരമില്ല എന്നൊക്കെ പറഞ്ഞ് നിധി അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അയ്യോ ഞാൻ സ്പെഷ്യലായിട്ട് വാങ്ങിയതായിരുന്നു എന്ന് സുധീഷ് പറയുമ്പോഴേക്കും അതൊന്നും കുഴപ്പമില്ല, ഒന്നും മുറിച്ചില്ലേ, ആ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് നിധിയും പറയാണ്. സുധീഷ് പിന്നെയും അത് നോക്കി നിൽക്കുന്നത് കണ്ട് സുഭാഷും നികേഷിനോടായി എടാ അതെടുത്തൊന്ന് പുറത്തു കൊണ്ടുപോയി കളഞ്ഞേ എന്ന് പറയുന്നുണ്ട്. നികേഷ് അത് കൊണ്ട് കളയുമ്പോഴേക്കും എന്നാലും എൻ്റെ ഹേർട്ട് എന്നും പറഞ്ഞ് സുധീഷ് വിഷമത്തോടെ നിൽക്കുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, ഈ കേക്ക് മുറിച്ചില്ലേ, എന്തായാലും എനിക്ക് ഈ പിറന്നാൾ സ്പെഷ്യലാ, എല്ലാ പിറന്നാളും കേക്ക് ആയിട്ട് ഇത് ആഘോഷിക്കാറുണ്ട്, പക്ഷേ 12 മണിക്ക് ഇത് ആദ്യമായിട്ടാ എന്ന് നിധി പറയുമ്പോഴേക്കും അങ്ങനെ പറ എന്ന് പറഞ്ഞുകൊണ്ട് എന്നാ പിന്നെ ഈ കേക്ക് എല്ലാവരും കൂടി കഴിച്ചു തീർക്ക്, എടുത്തു വെച്ചാൽ കേടായി പോവും എന്ന് സുഭാഷും പറയാണ്. ഹരീഷും പെട്ടെന്ന് തന്നെ കേക്ക് മുറിച്ച് കഴിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛനും കുഞ്ഞു വാവയ്ക്കുന്നല്ലോ നല്ല നാള് പിറന്നാളെ വാങ്ങി വെച്ചതാരാണി തല്ലിപ്പൊളി പ്ലം കേക്ക് എന്ന പാട്ട് പാടുന്നത് കേട്ട് അവരെല്ലാവരും പൊട്ടിച്ചിരിക്കുന്നുണ്ട്. രാവിലെ ആവുമ്പോൾ ഹരീഷും നികേഷും ഹാളിലിരുന്ന് വാ മനോരഞ്ജിനി പാട്ടുപാടി ടേബിളിൽ താളമിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും സുധീഷും അങ്ങോട്ട് വന്ന് ഒരു കസേര എടുത്ത് അവിടെ ഇരിക്കുന്നുണ്ട്. ഇന്നലത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ എങ്ങനെയുണ്ടായിരുന്നു എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അടിപൊളിയായിരുന്നു എന്ന് നികേഷ് പറയാണ്. സുധീഷ് ഏട്ടൻ ഇതുവരെ ചെയ്തതിൽ കൊള്ളാവുന്ന ഒരു കാര്യം ഇതാ, പക്ഷേ രാവിലെ വിളിച്ചെണിപ്പിച്ചതിന് ഞാൻ പാടി തരുന്നുണ്ട് എന്ന് ഹരീഷും പറയുന്നുണ്ട്. അയ്യടാ നിന്റെ കുണുവാവ വിളിക്കുമ്പോൾ പാതിരാത്രിക്ക് എഴുന്നേറ്റ് പോകുന്നുണ്ടല്ലോ എന്ന് സുധീഷ് പറയുമ്പോൾ ഇതിനിടെ ഒരു ദിവസം 3:30 വരെയാ സംസാരിച്ചേ എന്ന് നികേഷും പറയുന്നുണ്ട്. നീ തന്നെ എനിക്ക് പാര വെക്കാണല്ലേ, നിനക്കും വെച്ചിട്ടുണ്ട് എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും സുഭാഷും ഒരു ഗ്ലാസ്സുമായി അങ്ങോട്ട് വരുന്നുണ്ട്. എന്തായത് എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ പായസം എന്ന് സുഭാഷ് പറയാണ്. ഓഹോ ഏട്ടൻ്റെ വക അനിയത്തിക്ക് സ്പെഷ്യൽ മധുരമല്ലേ എന്നവൻ പറയുമ്പോഴേക്കും നിധിയും അങ്ങോട്ട് വരികയാണ്. സുഭാഷ് പായസം കൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്ന് മോളെ ഇതാ പായസം കഴിച്ചു നോക്ക് എന്ന് പറയുമ്പോഴേക്കും അവള് ഓ പായസമൊക്കെ ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ഞാനാ പറഞ്ഞേ പായസം വയ്ക്കാൻ എന്ന് സുധീഷ് പറയുമ്പോൾ അവളും സംശയത്തോടെ സുഭാഷ് ഏട്ടനെ നോക്കുന്നുണ്ട്. അതേപോലെ അവനും രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അവളും ഒരു ചിരിയോടെ അത് കഴിക്കാണ്. കൊള്ളാം സുഭാഷ് ഏട്ടാ, നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും വന്ന് നിധിക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യുന്നുണ്ട്. സുധീഷും അവളുടെ അടുത്തേക്ക് വന്ന് മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ, ഒരു 100 വർഷം ദീർഘസുമംഗലിയായിരിക്കട്ടെ എന്നവൻ പറയുമ്പോൾ അവളും ദേഷ്യത്തോടെ അവനെ നോക്കുന്നുണ്ട്. അല്ല എല്ലാവരും പറയുന്ന സ്ഥിരം ഡയലോഗ് വേണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാ. ഇയാൾ ഇഷ്ടപ്പെടുന്നതും ഇയാളെ ഇഷ്ടപ്പെടുന്നതുമായ എല്ലാവരുടെയും കൂടെ ഒരുപാട് കാലം ജീവിക്കാൻ പറ്റട്ടെ, ആഗ്രഹിച്ചതൊക്കെ നേടാൻ പറ്റട്ടെ, ഉയരങ്ങളിൽ എത്താൻ പറ്റട്ടെ എന്നൊക്കെ അവൻ വിഷ് ചെയ്യുമ്പോഴേക്കും നിധിയും മതി എന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ നിന്നും പിടിപിടിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ചേർന്ന് ഇത് ഇത്ര വലിയ ആഘോഷമാക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്ന് നിധി പറയുമ്പോഴേക്കും ഇവൻ ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മോൾക്ക് ഡ്രസ്സൊക്കെ വാങ്ങി വെക്കായിരുന്നു എന്ന് സുഭാഷ് ഏട്ടനും പറയുന്നുണ്ട്. ഡ്രസ്സൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്, പക്ഷേ മാഡം സ്വീകരിക്കോ എന്നറിയില്ലല്ലോ എന്ന് സുധീഷ് പറയുമ്പോൾ നീ ഡ്രസ്സ് വാങ്ങിയ കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് സുഭാഷ് ഏട്ടൻ പറയുമ്പോൾ കൊടുത്താൽ ഇഷ്ടപ്പെടുമെന്ന് അറിയാത്തോണ്ട് അകത്ത് വെച്ചിരിക്കുക എന്ന് സുധീഷും പറയുന്നുണ്ട്. സാരമില്ല തന്നോളൂ എന്ന് നിധി പറയുമ്പോഴേക്കും സുധീഷും അത് വിശ്വസിക്കാനാവാതെ എന്താ പറഞ്ഞേ എന്ന് നിധിയോടായി ചോദിക്കുന്നുണ്ട്. എനിക്ക് ഡ്രസ്സ് വാങ്ങി എന്നല്ലേ പറഞ്ഞേ, തന്നോളൂ എന്നവൾ പറയുമ്പോൾ അവനും സന്തോഷത്തോടെ അകത്തേക്ക് പോയി ഡ്രസ്സ് എടുത്ത് വരുന്നുണ്ട്. ഇഷ്ടാവോന്ന് അറിയില്ല, ഇഷ്ടപ്പെട്ട കളറാണോ ഒന്നും അറിയില്ല, ഇതാ എന്ന് പറഞ്ഞത് കൊടുക്കുമ്പോഴേക്കും നിധിയും അത് തുറന്നു നോക്കിക്കൊണ്ട് ആഹാ സാരിയോ കൊള്ളാലോ, നല്ല കളറാ, അപ്പൊ നല്ല സെലക്ഷൻ ഉണ്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോ വരാം എന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോകുന്നുണ്ട്. അവൾ അതും കൊണ്ടുപോകുന്നത് കണ്ട് സുധീഷ് സന്തോഷത്തോടെ തുള്ളിച്ചാടാണ്. എടാ ഞാൻ കൊടുത്ത സാരി അവൾക്ക് ഒരുപാട് ഇഷ്ടമായി കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് അവൻ അവിടെ സന്തോഷത്തോടെ ഡാൻസ് ചെയ്യുമ്പോഴേക്കും നിധി അങ്ങോട്ട് വരുന്നുണ്ട്. സാരി എടുത്തു വന്ന നിധിയെ കണ്ട് സുധീഷ് അമ്പരപ്പോടെ നോക്കുമ്പോഴേക്കും എങ്ങനെയുണ്ട് എന്നവളും ചോദിക്കാണ്. എന്നോടാണോ എന്നവൻ ചോദിക്കുമ്പോൾ പിന്നെ വാങ്ങി തന്ന ആളോടല്ലേ ചോദിക്കണ്ടേ എന്നവളും പറയാണ്. സൂപ്പർ ആയിട്ടുണ്ട്, ഒരുപാട് ഇഷ്ടമായി,
എന്നവൻ പറയുമ്പോഴേക്കും എങ്കിലേ ഞാൻ ഇനി ഇതെടുത്ത ഓഫീസിൽ പോകുന്നത് എന്നവളും പറയുന്നുണ്ട്. ആണോ എന്നവൻ അമ്പരപ്പോടെ ചോദിക്കുമ്പോൾ അതെ എന്നവളും പറയാണ്. ഞാൻ ഈ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്നും പറഞ്ഞ് സുഭാഷ് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അവളും സന്തോഷത്തോടെ മുറിയിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോഴേക്കും സുധീഷും സന്തോഷത്തോടെ ഉമ്മർത്ത് ചെന്ന് ഡാൻസ് ചെയ്യുന്നുണ്ട്. അവനെ നോക്കിക്കൊണ്ട് ഹരീഷും നികേഷും കളിയാക്കുമ്പോഴേക്കും സുധീഷും ചമ്മലോടെ മുറ്റത്തേക്ക് ഇറങ്ങി പോവുകയാണ്. പിന്നീട് ഓഫീസിലെത്തിയ നിധിയും ഗോപി സാറിനെ കോൾ ചെയ്യാണ്. ഹലോ എന്നയാൾ പറയുമ്പോഴേക്കും ഹലോ സാർ, ഞാൻ നിധിയ എന്ന് പറയുന്നുണ്ട്. ഏത് നിധി എന്നയാൾ ചോദിക്കുമ്പോൾ അവിടെ വെച്ച് കല്യാണം നടന്നില്ലേ, സാർ ഇന്നലെ വിളിച്ചിരുന്നു എന്ന് നിധിയും പറയുന്നുണ്ട്. ആ, സുധീഷിന്റെ ഭാര്യ നിധിയല്ലേ എന്നയാൾ പറയുമ്പോൾ അതെ സാറ് പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ വന്നോളൂ, ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്നയാളും പറയുന്നുണ്ട്. അങ്ങോട്ടുള്ള വഴി ഒന്ന് അയച്ചു തരുമോ എന്നവൾ ചോദിക്കുമ്പോൾ എന്താ കുട്ടി ഇത്, സ്വന്തം കല്യാണം കഴിഞ്ഞ സ്ഥലം അറിയില്ലേ എന്ന് ഗോപി സാറും ചോദിക്കുന്നുണ്ട്. എപ്പോഴും സുധീഷിന്റെ കൂടെയല്ലേ വരുന്നേ, അതുകൊണ്ട് എനിക്ക് വഴി അറിയില്ല, അതുകൊണ്ടാ സാർ എന്നവൾ പറയുമ്പോൾ ശരി ഞാൻ അയച്ചേക്കാം എന്ന് പറഞ്ഞ് അയാളും കോൾ കട്ട് ചെയ്യുന്നുണ്ട്. നിധി കോൾ കട്ട് ചെയ്യുമ്പോഴേക്കും അവിടെ നിൽക്കുന്ന സിദ്ധാർത്ഥിനെ കാണുന്നുണ്ട്. സിദ്ധു എന്നവൾ വിളിക്കുമ്പോഴേക്കും അവനും അങ്ങോട്ട് ചെന്ന് എന്താ നിധി എന്ന് ചോദിക്കാണ്. അല്ല, എനിക്കൊന്ന് ടൗണിൽ പോയിട്ട് ആവശ്യമുണ്ടായിരുന്നു, നേരത്തെ ഇറങ്ങുന്നതിൽ കുഴപ്പമുണ്ടോ എന്നവൾ ചോദിക്കുമ്പോൾ ഇവിടെ നേരത്തെ ഇറങ്ങുന്നതിനോ ലീവ് എടുക്കുന്നതിനോ ഒരു ഫോർമാലിറ്റിയും മാനേജറിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് ഇട്ടാൽ മാത്രം മതി, പിന്നെ നമ്മൾ തന്ന പണി കറക്റ്റ് സമയത്ത് തീർത്ത് തരണമെന്ന് മാത്രം എന്നവൻ പറയുമ്പോൾ ശരി എന്ന് നിധി പറയുമ്പോഴേക്കും അവനും അവിടുന്ന് പോകാൻ ഒരുങ്ങുന്നുണ്ട്. അവൻ വീണ്ടും തിരിച്ചു വന്ന് അല്ല നിധി ടൗണിലേക്കാണെന്നല്ലേ പറഞ്ഞ്, ഞാനും അങ്ങോട്ട് പോകുന്നുണ്ട്, ഇഫ് യു ഡോണ്ട് മൈൻഡ് ഞാൻ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറയുമ്പോൾ വേണ്ട ഞാൻ ബസ്സിൽ പൊക്കോളാം എന്നവളും പറയാണ്. എന്താ നിധി ഇത്, വെറുതെ എന്തിനാ ബസ്സിൽ പോയി ബുദ്ധിമുട്ടുന്നേ, ഞാൻ എന്തായാലും ആ വഴിക്കാ പോകുന്നേ, പഴവങ്ങാടി അമ്പലമില്ലേ അതിനടുത്തുള്ള പ്രോപ്പർട്ടി നമ്മുടെ കമ്പനി റിനോവേറ്റ് ചെയ്യുന്നേ, അതൊന്ന് നോക്കാൻ പോകണം, ഇഫ് യു ഡോണ്ട് മൈൻഡ് യു ക്യാൻ ജോയിൻ മീ എന്നവൻ പറയുമ്പോൾ അവളും അത് സമ്മതിക്കാണ്. പിന്നീട് രണ്ടുപേരും കാറിൽ പോകുമ്പോഴേക്കും സിദ്ധാർത്ഥ് കാറിൽ ഒരു പാട്ടും വെച്ച് പാട്ട് കൊള്ളാലേ എന്ന് നിധിയോട് ചോദിക്കുമ്പോഴേക്കും നിധി എന്തോ ആലോചിച്ചിരിക്കുന്നത് കണ്ട് ഇവിടെ ഒന്നല്ലേ എന്ന് ചിന്തിച്ച് അവളെ വീണ്ടും നിധി എന്ന് വിളിക്കുന്നുണ്ട്. നിധി പെട്ടെന്ന് അവനെ നോക്കിക്കൊണ്ട് എന്താ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഇവിടെ ഒന്നല്ലേ എന്നവൻ ചോദിക്കുന്നുണ്ട്. എന്താ ചോദിച്ചേ എന്നവൾ ചോദിക്കുമ്പോൾ ഒന്നുമില്ല, പാട്ട് കൊള്ളാലേ എന്ന് ചോദിച്ചതാ എന്നവൻ വീണ്ടും പറയാണ്. ആ കൊള്ളാം, നല്ല പാട്ടാ എന്നവൾ പറയുമ്പോൾ എന്നാ വീട്ടിലേക്ക് പോകുന്നേ എന്നവൻ ചോദിക്കുമ്പോൾ എന്താ എന്നവൾ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. അല്ല, തക്കലയിലേക്ക് എന്നാ പോകുന്നേന്നാ ചോദിച്ചേ എന്നവൻ പറയുമ്പോൾ അത് തീരുമാനിച്ചിട്ടില്ല, ഞാൻ ജോലിക്ക് പോകുന്നത് അവർക്ക് ഇഷ്ടമല്ല, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാ എന്നവൾ പറയുമ്പോൾ അതുകൊണ്ടാണ് ഓക്കാസിന്റെ വീട്ടിൽ നിൽക്കുന്നത് എന്നവനും ചോദിക്കുന്നുണ്ട്. അതെ എന്നവൾ പറയുമ്പോൾ ഇപ്പൊ എങ്ങോട്ടാ എന്നവനും ചോദിക്കാണ്. എന്നെ പോലീസ് സ്റ്റേഷനടുത്ത് ഇറക്കിയാൽ മതി എന്നവൾ പറയുമ്പോൾ സോറി പോലീസ് സ്റ്റേഷനോ എന്നവനും ചോദിക്കുന്നുണ്ട്. അവിടെ ഒരു റിലേറ്റീവ് വർക്ക് ചെയ്യുന്നുണ്ട്, അവരെ ഒന്ന് കാണാനാ എന്നവൾ പറയുമ്പോൾ ശരി എന്നവനും പറയുന്നുണ്ട്. അപ്പോഴേക്കും അവൾക്കൊരു കോൾ വരുന്നുണ്ട്. ഞാൻ കോൾ എടുത്തോട്ടെ എന്നവൾ ചോദിക്കുമ്പോൾ എടുത്തോളൂ എന്നവനും പറയാണ്. അവൾ കോൾ എടുത്തുകൊണ്ട് ഹലോ ശ്വേത എന്ന് പറയുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ നിധി എന്നവളുടെ കൂട്ടുകാരിയും പറയാണ്. താങ്ക് യു എന്ന് നിധി പറയുമ്പോഴേക്കും സെലിബ്രേറ്റ് ചെയ്യുന്നില്ലേ എന്ന് ശ്വേതയും ചോദിക്കാണ്. ഏയ് സെലിബ്രേഷൻ ഒന്നുമില്ല, കേക്ക് കട്ട് ചെയ്യുന്നില്ലേ എന്ന് അവൾ ചോദിക്കുമ്പോൾ കേക്ക് ഇന്നലെ രാത്രി 12 മണിക്ക് കട്ട് ചെയ്തു എന്ന് നിധിയും പറയുന്നുണ്ട്. ശരിടി, ഞാനൊരു യാത്രയില്ല, പിന്നെ വിളിക്കാം എന്ന് നിധി പറയുമ്പോൾ എന്തായാലും വിളിക്കണേ എന്നും പറഞ്ഞ് ശ്വേതയും കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ബർത്ത്ഡേ ആണോ എന്ന് സിദ്ധാർത്ഥ് ചോദിക്കുമ്പോൾ അതേ എന്ന് നിധിയും പറയുന്നുണ്ട്. പറയായിരുന്നില്ലേ ഓഫീസിൽ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യായിരുന്നല്ലോ എന്നവൻ പറയുമ്പോൾ ഞാൻ എന്താ ചെറിയ കുട്ടിയാണോ ചോക്ലേറ്റും കൊണ്ടുവന്ന് ഇന്നെൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറയാൻ എന്നവൾ പറയുമ്പോൾ അവനും ഒരു ചിരിയോടെ കാർ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. പിന്നീട് അവനൊരു സ്ഥലത്ത് വണ്ടി നിർത്തിക്കൊണ്ട് ഞാൻ ദാ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. നിധിയും അവിടെ ഇരിക്കുമ്പോഴേക്കും അവനും പെട്ടെന്ന് ഒരു ബോക്സ് ചോക്ലേറ്റുമായി അവളുടെ അടുത്തേക്ക് വരികയാണ്. ഇതൊക്കെ എന്തിനാ എന്നവൾ ചോദിക്കുമ്പോൾ ഓഫീസിലായിരുന്നെങ്കിൽ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യായിരുന്നു, ഇതിപ്പോൾ റോഡിലായി പോയല്ലേ, ഇതേ വഴിയെന്ന് പറഞ്ഞ് ഹാപ്പി ബർത്ത്ഡേ എന്ന് നിധിയോടായി പറഞ്ഞുകൊണ്ട് ആ ചോക്ലേറ്റ് ബോക്സിന് എത്തുമ്പോഴേക്കും അവളും താങ്ക് യു പറഞ്ഞ് അത് വാങ്ങിക്കുന്നുണ്ട്. പിന്നീട് പോലീസ് സ്റ്റേഷനടുത്ത് എത്തുമ്പോഴേക്കും ഇവിടെ നിർത്തിയാൽ മതി എന്ന് നിധി പറയാണ്. തിരിച്ചിറങ്ങുമ്പോൾ വിളിച്ചാൽ മതിയേ, ഞാൻ വന്ന് പിക്ക് ചെയ്തോളാം എന്ന് സിദ്ധാർത്ഥ് പറയുമ്പോൾ ഏയ് അതൊന്നും വേണ്ട, ഞാൻ ബസ്സിൽ വന്നോളാം എന്ന് നിധിയും പറയുന്നുണ്ട്. എന്തിന്, ഒരു ബർത്ത്ഡേ ഗേൾ ബസ്സിൽ കയറി ബുദ്ധിമുട്ടാൻ പാടില്ല, ഞാൻ പിക്ക് ചെയ്തോളാം, വിളിച്ചാൽ മതി എന്നവൻ പറയുമ്പോഴേക്കും താങ്ക് യു എന്ന് പറഞ്ഞ് അവളും അവിടുന്ന് ഇറങ്ങി പോവാണ്. അവൾ നടന്നു പോകുമ്പോഴേക്കും സിദ്ധാർത്ഥും അവളെ ഒന്ന് നോക്കിക്കൊണ്ട് വണ്ടിയെടുത്ത് പോകുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിലെത്തിയ നിധിക്ക് കല്യാണം കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട്. അവൾ ടെൻഷനോടെ അകത്തേക്ക് കയറുമ്പോഴേക്കും എന്താ കുട്ടി എന്നൊരു പോലീസുകാർ ചോദിക്കുന്നുണ്ട്. എനിക്ക് ഗോപി സാറിനെ ഒന്ന് കാണണമായിരുന്നു എന്നവൾ പറയുമ്പോഴേക്കും അകത്തുണ്ട്, ചെന്നോളൂ എന്നവരും പറയാണ്. അവൾ സാർ എന്ന് വിളിച്ച് അകത്തേക്ക് കയറുമ്പോഴേക്കും അവളെ കണ്ട് ഇരിക്കു കുട്ടി എന്നയാൾ പറയുമ്പോഴേക്കും നിധിയും ടെൻഷനോടെ അവിടെ തന്നെ നിൽക്കാണ്. എന്താ കുട്ടി ഇരിക്കൂ എന്നയാൾ പറയുമ്പോൾ അവളും അവിടെ ഇരിക്കുന്നുണ്ട്. എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞേ എന്ന് ഗോപി സാർ ചോദിക്കുമ്പോൾ സാർ ഫോൺ വിളിച്ച് ഡിവോഴ്സ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ടാവുന്നു കാണണമെന്ന് പറഞ്ഞേ എന്നവൾ പറയുമ്പോൾ പിന്നെ പറയാതെ എന്ത് ചെയ്യും കുട്ടി, എന്ത് ബുദ്ധിമുട്ടിയാണ് നിങ്ങളുടെ കല്യാണമെന്ന് നമ്മൾ നടത്തിയത്, എന്നിട്ട് ഇത്ര പെട്ടെന്ന് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞാലോ എന്നയാൾ പറയുമ്പോൾ ഞങ്ങൾ തമ്മിൽ സെറ്റ് ആവുന്നില്ല സാർ എന്ന് നിധിയും പറയുന്നുണ്ട്. എന്ത് സെറ്റ് ആവുന്നില്ല എന്ന്, സുധീഷ് കുട്ടിയെ ഉപദ്രവിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഇല്ല എന്നവൾ പറയാണ്. പിന്നെ സുധീഷിന്റെ വീട്ടുകാർ മോശമായി പെരുമാറിയോ എന്നയാൾ വീണ്ടും ചോദിക്കുന്നുണ്ട്.
ഏയ് അങ്ങനെയൊന്നുമില്ല സാർ എന്നവൾ പറയുമ്പോൾ പിന്നെന്താ കാരണം എന്നയാൾ ചോദിക്കുമ്പോഴേക്കും ഞങ്ങൾ തമ്മിൽ സെറ്റ് ആവുന്നില്ല സാർ എന്നവൾ വീണ്ടും പറയാണ്. എന്താ കുട്ടി വീണ്ടും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അന്ന് എത്ര പ്രശ്നങ്ങൾക്കിടയിലാ കുട്ടിയുടെ കല്യാണം നടന്നത്? ആ ചെറുക്കൻ കുട്ടിക്ക് വേണ്ടി എത്ര തല്ലുകൊണ്ടു. കുട്ടി അതൊക്കെ കണ്ടതല്ലേ എന്നയാൾ പറയുമ്പോൾ സാർ ചോദിക്കുന്നതുകൊണ്ട് തെറ്റായി എടുക്കരുത്. ഞങ്ങളെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന കാര്യം സാറിനോട് ആരാ പറയുന്നേ എന്നവൾ ചോദിക്കുമ്പോൾ ആര് പറയുന്നു എന്നതാണോ കാര്യം? കുട്ടി ഡിവോഴ്സിന് പോയി എന്നത് ശരിയല്ലേ എന്നയാൾ ചോദിക്കുമ്പോൾ അത് ശരിയാ. അന്ന് ആദ്യം ഡിവോഴ്സിന് മൂവ് ചെയ്തപ്പോഴും സാർ എന്നെ വിളിച്ചിരുന്നു. അപ്പോഴും ആരോ സാറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇതിപ്പോ രണ്ടാമത്തെ തവണയാ ഇങ്ങനെ. എനിക്കറിയണം സാർ, ആരാ ഇതൊക്കെ സാറിനെ ഇൻഫോം ചെയ്യുന്നേ എന്നവൾ ചോദിക്കുമ്പോഴേക്കും CI അങ്ങോട്ട് വരുന്നുണ്ട്. ഇതാരാ എന്നവളെ നോക്കിക്കൊണ്ട് CI ചോദിക്കുമ്പോൾ ഇത് നമ്മൾ കല്യാണം കഴിച്ചു കൊടുത്തില്ലേ ആ കുട്ടിയാ എന്ന് പറയുന്നുണ്ട്. നമ്മൾ കല്യാണം കഴിച്ചു കൊടുത്തതോ എന്നയാൾ സംശയത്തോടെ ചോദിക്കുമ്പോൾ അതെ സാർ, കുറച്ചു കാലം മുന്നേ തക്കലയിലെ ഒരു ബിസിനസ്സുകാരൻ്റെ മോള് ഒരു ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടി വന്നില്ലേ, ഇവിടെ വെച്ച് കല്യാണം നടത്തിയ എന്നയാൾ പറയുമ്പോഴേക്കും അന്ന് കമ്മീഷണർ ഓഫീസിന് വിളി വന്ന ആള് അല്ലേ എന്ന് CI ചോദിക്കുന്നുണ്ട്. കുറച്ചു കാലയിലെ മുഖം മറന്നുപോയി, അതുകൊണ്ടാ മനസ്സിലാവാഞ്ഞ് എന്നയാൾ പറയുമ്പോഴേക്കും ടെൻഷനോടെ ഇരിക്കുന്ന നിധിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിന്റെ ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും കാണാം.